വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രം മതി തുടർ നടപടിയെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സംഭവത്തിൽ സുപ്രീം കോടതിയുടെ ആഭ്യന്തര സമിതി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ മൊഴിയെടുപ്പ് തുടരുകയാണ്. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലു, എന്തുകൊണ്ട് കേസെടുക്കണമെന്നുള്ള ആവശ്യം അത് ബാർ അസോസിയേഷന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് കോടതി ഈ ആവശ്യം നിരാകരിക്കുമ്പോൾ പറയുന്ന കാര്യം? അക്ഷയ, ഈ യശ്വന്ത് വർമ്മയ്ക്ക് എതിരെ ആഭ്യന്തര അന്വേഷണ സമിതി, സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിലവിൽ FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണം വേണ്ട എന്നാണ് ജസ്റ്റിസ് അഭയ സോക്കിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ അന്വേഷണം പൂർത്തിയായതിനു ശേഷം ആ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കുറ്റക്കാരനാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് ഒരു ധാരണ ഉണ്ടാകും. കുറ്റക്കാരനാണ് എങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടിക്കും അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്കൊക്കെ കടക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ഈ ജസ്റ്റിസ് അഭയ സോക്ക എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാമെന്നാണ് ഇന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷകനായ മാത്യൂസ് തറമ്പേർ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി ഇന്ന് തള്ളിയിരിക്കുന്നത്. ഇതിനിടയിൽ ഈ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹരിയാന സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിൽ, ഡൽഹിയിലെ ചാണക്യപുരിയിലെ ഹരിയാന സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിലാണ് ഈ അന്വേഷണ സമിതിയുടെ താൽക്കാലിക ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കുന്നത്. ഇതിൽ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ GS സന്ത്വാലിയ, കർണാടക ഹൈക്കോടതി ജഡ്ജി അനു ശിവരാമൻ എന്നിവരാണ് ഈ സമിതിയിലുള്ളത്. ഈ സമിതിക്ക് മുമ്പാകെയാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഇന്നിപ്പോൾ മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവരിൽ നിന്ന് കഴിഞ്ഞ ദിവസം സമിതി മൊഴിയെടുത്തിരുന്നു. അതിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം സംബന്ധിച്ച് ചില ദുരൂഹതകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഈ തീപിടുത്തം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഒരു സ്ത്രീ അവിടെ എത്തിയിരുന്നു. ശരി ബാലു, എന്തായാലും യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഉടൻ കേസ് എടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. കേസ് എടുക്കണമെന്നുള്ള ആവശ്യം സുപ്രീം കോടതി നിരാകരിച്ചിരിക്കുന്നു. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകി.